സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടു, എ ബ്രാൻഡ് ന്യൂ സ്പൈഡർമാൻ എക്സ്പീരിയൻസ്. അതാണ് ഒറ്റ വാചകത്തിൽ ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ വെൽക്കം ടു ജോ മൂവി വേൾഡ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന വളരെ എക്സൈറ്റഡ് ആയിട്ടിരുന്ന സ്പൈഡർമാൻ റിലീസായി. ആദ്യം തന്നെ പോയി കണ്ടു. ഫസ്റ്റ് തന്നെ പറയട്ടെ, നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഇരിക്കും അതനുസരിച്ചിരിക്കും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങളൊരു എന്താ പറയുക, ഒരു ഓപ്പൺ മൈൻഡില് കുറച്ച് കൺട്രോളോടെ മൈൻഡില് വലിയ ഓവർ എക്സ്പെക്ടേഷനിലാണ് പോയെങ്കിൽ നിങ്ങൾക്ക് വൺ എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്കൊരു ഫ്രഷ്, ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ, കുറെ കൂടി എന്താ പറയുക ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സ്പൈഡർമാനെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ദിസ് വൺ പെർഫെക്റ്റ് ആണ്. അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഒരു അവഞ്ചർ ലെവൽ ആ രീതിയിൽ ഭയങ്കര ഭീഷണിയുള്ള അതേ ലെവല് എന്താ പറയാ ആക്ഷൻസും കാര്യങ്ങളുള്ള ഒരു പടമാണ് നിങ്ങൾ പ്രതീക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ വരാം. കാരണം ഇതങ്ങനെ ഒരു പ്യുവർലി ആക്ഷൻ ഓറിയന്റഡ് സ്പൈഡർമാൻ മൂവി അല്ല. ഇതിലെ ആക്ഷൻസ് ഉണ്ട്, ഉള്ളത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ആക്ഷൻസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഈവൻ ഫൺ എലമെന്റ്സുകൾ ഉണ്ട്, എല്ലാ എന്താ പറയാ ആക്ടിങ്ങും ഉണ്ട്. ഒരു പാക്കേജാണ് ഈ പടം. പാക്കേജായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മാർവൽ സിനിമകൾ കണ്ടുവരുന്നവർക്ക് റീസെന്റ്ലി വന്നിട്ടുള്ള പല സിനിമകളാണെങ്കിലും സീരീസുകളാണെങ്കിലും കുറച്ച് അത്ര അങ്ങോട്ട് ഒരു ലെവൽ എത്തിയിട്ടില്ല. റീസെന്റ്ലി എനിക്ക് തോന്നുന്നു ഡെഡ്പൂൾ ആണ് ഒരു പീക്ക് എക്സ്പീരിയൻസ് തന്ന ഒരു പടം ഉണ്ടാവുക മൊത്തത്തിൽ. അറ്റ്ലീസ്റ്റ് എനിക്ക് പീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം വന്ന എല്ലാ പടങ്ങളും ആ ഒരു റേഞ്ച് എത്തിയിട്ടില്ല. ഇത് ഞാൻ പറയാം, ഡെഡ്പൂളിന്റെ റേഞ്ച് എത്തിയിട്ടില്ലെങ്കിലും കൂടി ഞാൻ പറയും ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രഷ് എക്സ്പീരിയൻസ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് പീറ്റർ പാർക്കറിന്റെ സ്റ്റോറിയാണ് സ്പൈഡർമാനെക്കാട്ടും. അതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയത്. കാരണം എപ്പോഴും സ്പൈഡർമാനെ ഫോക്കസ് ചെയ്ത് സ്പൈഡർമാനെ നേരിടേണ്ടി വരുന്ന ത്രെട്ടുകള് അങ്ങനെ രീതിയിലാണല്ലോ അവർ കഥ കൊണ്ടുവരുന്നത്. ഇതിൽ അവർ കുറച്ചും കൂടി പീറ്റർ പാർക്കർ എങ്ങനെയാണ് ഈ സ്പൈഡർമാനായിട്ട് ആ ഒരു രണ്ട് ഐഡന്റിറ്റിയിൽ ജീവിച്ചു പോണത്, എങ്ങനെ അതിനെ ഒത്തൊരുമിച്ച് ആ നോവേ ഹോമിൽ ഉണ്ടായ കാര്യങ്ങൾ അറിയാലോ നിങ്ങൾക്ക്. അതിൽ നിന്നുള്ള ഒരു ഫോളോ അപ്പ് ആയതുകൊണ്ട് ഇപ്പൊ അവനെ ആരും അറിയില്ല, എല്ലാവരും മറന്നല്ലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഏകാന്തത എങ്ങനെയാണ് സ്പൈഡർമാനെ എഫക്ട് ചെയ്യണതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. അത് നല്ല രീതിയിൽ ടോം ഹോളണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഡയറക്ടർ ആണെങ്കിലും നല്ല രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ ഒരു എന്താ പറയാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ടഡ് ആയിട്ട് റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന സ്ട്രീറ്റ്, അതായത് സ്ട്രീറ്റിന്റെ ഉള്ളിൽ കൂടെയുള്ള ഫൈറ്റുകളൊക്കെ ആദ്യത്തെ സ്പൈഡർമാനിൽ കുറെ ഉണ്ടായിരുന്നു. ഇതിൽ അവരൊന്നും കൂടി ആ രീതിയിലേക്ക്, ആ ഒരു ഓൾഡ് മെത്തേഡിലേക്ക് അവർ വന്നിട്ടുണ്ട്. പക്ഷെ അവര് അതിനെ ഒരു മോഡേണവൽക്കരിച്ചതാണ്. ഈ പറഞ്ഞ സ്വിംഗിങ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് എൻ്റെ സ്പൈഡർമാൻ സീരീസിൽ ഏത് പടമാണെങ്കിൽ എടുത്തോട്ടെ ഏറ്റവും ബെസ്റ്റ് സ്വിംഗിങ് എക്സ്പീരിയൻസ് കിട്ടിയ പടം ഇതായിരിക്കും. അടിപൊളിയായിട്ട് ന്യൂയോർക്കിലൂടെയും ഇതിനുള്ളിലൂടെയൊക്കെ മൂപ്പര് ഇങ്ങനെ ചെതറി സ്വിങ് ഇട്ട് വല വലിച്ചെറിഞ്ഞ് പറക്കാണ്. അത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഹൾക്കിനായിട്ടുള്ള സീനുകളും അത് ഒരു എന്താ പറയാ പൈസ വസൂൽ മൊമെന്റ് ആണ് ഹൾക്കിനായിട്ടുള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസ്. പക്ഷെ ഹൾക്കിനെ കുറേം കൂടി നമ്മൾ പ്രതീക്ഷിച്ചാൽ ആണ് പിന്നെ നിരാശ വന്ന ഒരു ഫാക്ടർ ഉള്ളത്. ആൾക്ക് പിന്നീട് ക്ലൈമാക്സിലൊന്നും ആൾക്കിനെ കാണാൻ സാധിച്ചില്ല. അത് ചിലപ്പോൾ ഒരു നിരാശ ഫാക്ടർ ആയിരിക്കാം. എനിക്കടക്കം അതൊരു ഞാനും പ്രതീക്ഷിച്ചു ആൾക്ക് വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് സ്പൈഡർമാനും ആ രീതിയിലുള്ള ഫൈറ്റിൽ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്തത്. പിന്നെ കുറെ സ്പോയിലേഴ്സ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വന്നത് കൊണ്ടായിരിക്കാം അത്രമാത്രം സ്പോയിലേഴ്സ് ഒന്നും കാണാൻ സാധിച്ചില്ല. അതൊരു തരത്തിൽ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ സ്പോയിലർ കുറെ ഇല്ലാത്തതും ചിലപ്പോൾ ഒരു തരത്തിൽ കുറെ പേർക്ക് നിരാശയായിട്ട് തോന്നാം. പക്ഷെ ഉള്ള സ്പോയിലേഴ്സ് അത് അത്യാവശ്യം നല്ല ഒരു സ്പോയിലർ തന്നെയാണ്. അത് കുറെ പേര് ഗസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതൊക്കെ തന്നെയാണ് ബന്ധപ്പെട്ട് വന്നേക്കുന്നത്. വില്ലൻ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള ആളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഇമോഷണൽ കണക്ഷനും സ്റ്റോറിയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു സ്റ്റോറി ഓറിയന്റഡ് ആയിട്ടുള്ള സ്പൈഡർമാനാണ് കൂടുതൽ ഇമോഷണൽ കണക്ട് ആവുന്ന, നല്ല ആക്ടിങ് ഉള്ള. ആദ്യം പറഞ്ഞല്ലോ, സൗണ്ട് എഫക്റ്റും ഈ വെബ് സ്വിംഗിങ്ങും പെട്ടയും ആക്ഷൻസും ഒക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഓവറായിട്ട് ഭയങ്കര സംഭവമായിട്ട് അവഞ്ചേഴ്സ് ലെവലിലുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലുള്ള ആക്ഷൻസ് ഇല്ല എന്നുള്ളൂ. ഉള്ളത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കുറേ കൂടി VFX കുറച്ചിട്ടാണ് അവർ എടുത്തേക്കണമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സെൻഡേ ആണെങ്കിലും ടോമിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ക്യാരക്ടർ അഭിനയിച്ച ആളെ പേര് മറന്നുപോയി, ആളാണെങ്കിലും ഇവൻ നമ്മുടെ പനീഷറായിട്ട് വന്നിട്ടുള്ള ജോൺ ബ്രത്തിലാണെങ്കിലും നൈസാണ്. അവരുടെ കോംബി നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതില് പിന്നെയും ഒരു ചിലപ്പോൾ കുറെ പേർക്ക് എക്സ്പെക്ടേഷനിൽ പ്രശ്നം വന്നിട്ടുണ്ടാവും. ഡൂംസ്ഡേയുടെ കണക്ഷൻ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അതും ചിലപ്പോൾ ഒരു നിരാശയുടെ ഫാക്ടർ വരാം. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഓവർ എക്സ്പെക്ടേഷൻ, നമ്മുടെ തിയറീസ് എന്ന് വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ ഒരു പടം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവർ എന്താണ് പേരിട്ടേക്കുന്നത്, ബ്രാൻഡ് ന്യൂ ഡേ, അതിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡ് മേക്കിംഗ് ഉള്ള, സോളിഡ് ടെക്നിക്കൽ സപ്പോർട്ട് ഉള്ള, നീറ്റ് പെർഫോമൻസ് ഉള്ള, അത്യാവശ്യം നല്ല ആക്ഷൻസ് ഉള്ള ഒരു വൺ ഓഫ് ദ ഗുഡ് സ്പൈഡർമാൻ മൂവി തന്നെയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ.
അപ്പോൾ നല്ല 3D തിയേറ്ററുകളിൽ നല്ല സൗണ്ട് എഫക്റ്റിൽ തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക.